ഹായ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ എസ്സേകളാണ്. അപ്പോൾ 3 എസ്സേയില് 2 എണ്ണമാണ് നമ്മൾക്ക് എഴുതാനുള്ളത്. അപ്പോൾ അതില് സ്ഥിരമായിട്ട് വരുന്ന 2 എസ്സേ ഇപ്പോൾ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 22, 23, 24 ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനവും അതിന്റെ തന്ത്രങ്ങളും, പിന്നെ ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണങ്ങളും, അതിന് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ എന്തൊക്കെയാണ് ഇന്ത്യയിൽ നടപ്പാക്കിയെന്നുള്ളതും. ഈ 2 ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. കൂടാതെ ഒരു ക്വസ്റ്റ്യൻ വന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് മീൻ മീഡിയൻ മോഡ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് മൂന്നും എല്ലാവരും കമ്പൽസറി ആയിട്ട് പഠിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദാരിദ്ര്യരേഖ എന്നാൽ എന്ത്? ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാം? ഇന്ത്യയിൽ നടപ്പിലാക്കിയ 5 ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ വിശദമാക്കുക. അപ്പൊ ദാരിദ്ര്യരേഖ എന്നാൽ എന്ത്? ദരിദ്രരും ദാരിദ്ര്യമില്ലാത്തവരുമായ ആൾക്കാരെ വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. ആരാണ്? ദരിദ്രരെയും ദാരിദ്ര്യമില്ലാത്തവരെയും വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. ഇനി ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാം? ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന്റെ ഒരു പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കൊളോണിയലൈസേഷൻ ആണ്. അതായത് കോളനി വൽക്കരണം. പിന്നെ അതുപോലെ തന്നെ അത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ റോ മെറ്റീരിയലിന്റെ കയറ്റുമതിയൊക്കെ വർദ്ധിച്ചു. അതേപോലെ അന്തിമ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും വർദ്ധിച്ചു. ഇന്ത്യൻ ജനതയുടെ തൊഴിൽ വൻതോതിൽ നഷ്ടപ്പെടുന്നതിന് ഇതൊക്കെ കാരണമായി. അപ്പൊ അതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കാരണങ്ങൾ, അപ്പൊ ഇതിനകത്ത് കുറെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു 6-7 പോയിന്റുകൾ പഠിക്കുക. 1, കുറഞ്ഞ വരുമാനം. ദാരിദ്ര്യത്തിന് കാരണമായ ചില കാരണങ്ങളിൽ 1 കുറഞ്ഞ വരുമാനം, ആസ്തിയില്ലായ്മ, തൊഴിലില്ലായ്മ, അസമത്വം, സാമൂഹിക ഒറ്റപ്പെടൽ, ചൂഷണം, ഋണബാധ്യത. ഋണബാധ്യത എന്താണെന്ന്? ഒരിക്കലും തീർത്താലും തീരാത്ത കടബാധ്യത. താഴ്ന്ന മൂലധന നിക്ഷേപം, ജനസംഖ്യ വിസ്ഫോടനം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, പണപ്പെരുപ്പം, കുറഞ്ഞ ചോദനം, സാമൂഹിക സാമ്പത്തിക സുരക്ഷയുടെ അഭാവം, കാർഷിക മുരടിപ്പ്, വ്യവസായിക മുരടിപ്പ്, കാര്യക്ഷമമല്ലാത്ത ഭൂപരിഷ്കരണം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പറ്റുന്ന കുറച്ച് പോയിന്റ്സുകൾ പഠിക്കുക. ഒരു 6-7 പോയിന്റുകൾ പഠിക്കുക. ഒന്നുകൂടി പറയാം. കുറഞ്ഞ വരുമാനം, ആസ്തിയില്ലായ്മ, തൊഴിലില്ലായ്മ, അസമത്വം, സാമൂഹിക ഒറ്റപ്പെടൽ, ചൂഷണം, ഋണബാധ്യത, താഴ്ന്ന മൂലധന നിക്ഷേപം, ജനസംഖ്യാ വിസ്ഫോടനം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, പണപ്പെരുപ്പം, കുറഞ്ഞ ചോദനം, സാമൂഹിക സാമ്പത്തിക സുരക്ഷയുടെ അഭാവം, കാർഷിക മുരടിപ്പ്, വ്യാവസായിക മുരടിപ്പ്, കാര്യക്ഷമമല്ലാത്ത ഭൂപരിഷ്കരണം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. 1, സാമൂഹിക വികസന പദ്ധതി 1952. കാർഷിക വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, മനുഷ്യ വിഭവശേഷി വികസനം. ഇതായിരുന്നു അതിന്റെ ലക്ഷ്യം. സാമൂഹിക വികസന പദ്ധതി. അടുത്തത് വരൾച്ചാ ബാധിത പ്രദേശങ്ങൾക്കായുള്ള പദ്ധതി, ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം. വരൾച്ചാ ബാധിത പ്രദേശങ്ങൾക്കായുള്ള പദ്ധതി 1973 നിലവിൽ വന്നു. വരൾച്ചയുടെ ആഘാതം കുറയ്ക്കുക, കൃഷിയും കന്നുകാലി സമ്പത്ത് സംരക്ഷിക്കുക. വരൾച്ചയുടെ ആഘാതം കുറയ്ക്കുക, കൃഷിയും കന്നുകാലി സമ്പത്ത് സംരക്ഷിക്കുക. അടുത്തത് കമാൻഡ് ഏരിയ വികസന പദ്ധതി. കമാൻഡ് ഏരിയ വികസന പദ്ധതി 1974 വന്നു. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക, മഴവെള്ള സംഭരണം, ജലസംരക്ഷണം ഇതായിരുന്നു ലക്ഷ്യം. അടുത്തത് മിനിമം നീഡ്സ് പ്രോഗ്രാം. 1974 അത് നിലവിൽ വന്നത്. മിനിമം നീഡ്സ് പ്രോഗ്രാം. പ്രാഥമിക വിദ്യാഭ്യാസം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, വയോജന വിദ്യാഭ്യാസം തുടങ്ങുക, വൈദ്യുതീകരണം, ഭവന നിർമ്മാണം ഇതായിരുന്നു അതിന്റെ ലക്ഷ്യം. എന്തൊക്കെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, വയോജന വിദ്യാഭ്യാസം തുടങ്ങുക, വൈദ്യുതീകരണം, ഭവന നിർമ്മാണം ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. 20 ദിന പരിപാടി 20 പോയിന്റ് പ്രോഗ്രാം 1975 ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യസുരക്ഷ, എല്ലാവർക്കും വീട്, പരിസ്ഥിതി സംരക്ഷണം. എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യസുരക്ഷ, എല്ലാവർക്കും വീട്, പരിസ്ഥിതി സംരക്ഷണം. ഇതായിരുന്നു 20 ദിന പരിപാടിയുടെ ലക്ഷ്യം. ജോലിക്ക് പകരം ഭക്ഷണം പദ്ധതി 1977 വന്നതാണ്. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ജോലിക്ക് പകരം ഭക്ഷണം പദ്ധതി. പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുക, ദാരിദ്ര്യം തുടച്ചു നീക്കുക. പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുക, ദാരിദ്ര്യം തുടച്ചു നീക്കുക. അടുത്തത് ഗ്രാമീണ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിലിനു വേണ്ടിയുള്ള പരിശീലന പദ്ധതി. ഗ്രാമീണ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിലിനു വേണ്ടിയുള്ള പരിശീലന പദ്ധതി. എന്തായിരുന്നു അത്? ട്രെയിനിങ് ഫോർ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ട്രെയിനിങ് ഫോർ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്.
1979 നിലവിൽ വന്നു. തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സാങ്കേതിക പരിശീലനം നൽകുക. തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സാങ്കേതിക പരിശീലനം നൽകുക. അടുത്തത് സംയോജിത ഗ്രാമവികസന പദ്ധതി 1980 നിലവിൽ വന്നു. ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അത് ഇമ്പോർട്ടന്റ് ആണ്. സംയോജിത ഗ്രാമവികസന പദ്ധതി 1980 നിലവിൽ വന്നു. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. എന്തായിരുന്നു? സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അടുത്തത് NREP, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി 1980 നിലവിൽ വന്നത്. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി 1980 നിലവിൽ വന്നു. ഗ്രാമീണർക്ക് കുറഞ്ഞത് 100 ദിവസമെങ്കിലും തൊഴിൽ ലഭ്യമാക്കുക. ഗ്രാമീണർക്ക് കുറഞ്ഞത് 100 ദിവസമെങ്കിലും തൊഴിൽ ലഭ്യമാക്കുക. അടുത്തത് ഗ്രാമീണ ഭൂരഹിതർക്കുള്ള തൊഴിലുറപ്പ് പദ്ധതി RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഗ്രാമീണ ഭൂരഹിതർക്കുള്ള തൊഴിലുറപ്പ് പദ്ധതി 1982 നിലവിൽ വന്നു. ഭൂരഹിതരുടെ ഉന്നമനമാണ്. ഭൂരഹിതരുടെ ഉന്നമനം, അത് രണ്ടും പഠിക്കണം. IRDP പഠിക്കണം. അടുത്തത് ഇന്ദിര ആവാസ് യോജന 1985 നിലവിൽ വന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സഹായം കൊടുക്കുക, ഭവന നിർമ്മാണത്തിന് സഹായിക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സഹായം, ഭവന നിർമ്മാണം, ഇതായിരുന്നു അതിന്റെ ലക്ഷ്യം. ഇന്ദിര ആവാസ് യോജന. തൊഴിലുറപ്പ് പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം, തൊഴിലുറപ്പ് പദ്ധതി 1993 നിലവിൽ വന്നു. അവിദഗ്ധ ഗ്രാമീണ കൈത്തൊഴിലാളികൾക്ക് വർഷം 100 ദിവസം തൊഴിൽ നൽകുക. അപ്പോൾ അവിദഗ്ധ ഗ്രാമീണ കൈത്തൊഴിലാളികൾക്ക് വർഷം 100 ദിവസം തൊഴിൽ നൽകുക, അതാണ് തൊഴിലുറപ്പ് പദ്ധതി. അടുത്തത് സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജന 99 നിലവിൽ വന്നു. ദരിദ്രരുടെ സ്വയം സഹായ സംഘം രൂപീകരിക്കുക. ദരിദ്രരുടെ സ്വയം സഹായ സംഘം രൂപീകരിക്കുക, സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുക, ഇതായിരുന്നു അതിന്റെ ലക്ഷ്യം. അടുത്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അതിനറിയപ്പെടുന്നത്. പണിയെടുക്കാൻ തയ്യാറുള്ള ആർക്കും ജോലി, 100 ദിവസം തൊഴിൽ. പണിയെടുക്കാൻ തയ്യാറുള്ള ആർക്കും ജോലി, 100 ദിവസം തൊഴിൽ, അതായിരുന്നു MGNREGPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായിരുന്നു? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ അത് 2005 നിലവിൽ വന്നത്. ഇനി നമ്മൾ എപ്പോഴും വൺ വേർഡ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിച്ചു വരുന്നത് ഒക്ടോബർ 17. ഒക്ടോബർ 17 ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിച്ചു വരുന്നു. അതും മറക്കാതെ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സുസ്ഥിര വികസനം എന്നാൽ എന്ത്? പ്രധാനപ്പെട്ട സുസ്ഥിര വികസന തന്ത്രങ്ങൾ വിശകലനം ചെയ്യുക. ഞാനിപ്പോൾ എല്ലാത്തിനും പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിലെ. അപ്പോൾ സുസ്ഥിര വികസനം എന്നാൽ എന്ത്? പ്രധാനപ്പെട്ട സുസ്ഥിര വികസന തന്ത്രങ്ങൾ വിശകലനം ചെയ്യുക. എന്താണ് സുസ്ഥിര വികസനം? ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ ബാധിക്കാത്ത തരത്തിൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന വികസനമാണ് സുസ്ഥിര വികസനം. അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എന്തൊക്കെയാണ്? പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം. ഒന്നാമത്തെ, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം. 2, ജനസംഖ്യയെ പരിസ്ഥിതിയുടെ വാഹകശേഷി അനുസരിച്ച് പരിമിതപ്പെടുത്തുക. ജനസംഖ്യയെ പരിസ്ഥിതിയുടെ വാഹകശേഷി അനുസരിച്ച് പരിമിതപ്പെടുത്തുക. പുതുക്കാൻ സാധിക്കാത്ത വിഭവങ്ങളെ പരിമിതമായി ഉപയോഗിക്കുക. അതായത് ഉപയോഗിക്കുന്നതോറും നശിച്ചു പോകുന്ന വിഭവങ്ങളെ വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ പരിമിതമായി ഉപയോഗിക്കുക. പുതുക്കാൻ സാധിക്കാത്ത വിഭവങ്ങളെ പരിമിതമായി ഉപയോഗിക്കുക. കാര്യക്ഷമതയുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുക. കാര്യക്ഷമതയുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുക. മലിനീകരണ നിയന്ത്രണ വിധേയമാക്കുക. മലിനീകരണം നിയന്ത്രണ വിധേയമാക്കുക. ഇത്രയും മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി സുസ്ഥിര വികസന തന്ത്രങ്ങൾ ഏതൊക്കെ? അതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ സുസ്ഥിര വികസന തന്ത്രങ്ങൾ. 1, പാരമ്പര്യേതര ഊർജ ഉറവിടങ്ങളുടെ ഉപയോഗം. പാരമ്പര്യേതര ഊർജ ഉറവിടങ്ങളുടെ ഉപയോഗം. നമ്മൾ വൈദ്യുത ആവശ്യങ്ങൾക്കായി താപജലവൈദ്യുത പദ്ധതികളെ ആശ്രയിക്കാതെ പാരമ്പര്യേതര ഊർജ ഉറവിടങ്ങളായ കാറ്റ്, സൂര്യപ്രകാശം, തിരമാല എന്നിവയിൽ നിന്നുള്ള ഊർജത്തെ ഉപയോഗപ്പെടുത്തണം. എന്തിൽ നിന്നാണ്? കാറ്റ്,
കാറ്റ്, സൂര്യപ്രകാശം, തിരമാല എന്നിവയിൽ നിന്നുള്ള ഊർജത്തെ ഉപയോഗപ്പെടുത്തണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അടുത്തത് ഗ്രാമങ്ങളിൽ LPG, ഗോബർ ഗ്യാസ് എന്നിവ ഉപയോഗിക്കൽ. ഗ്രാമങ്ങളിൽ LPG, ഗോബർ ഗ്യാസ് എന്നിവ ഉപയോഗിക്കൽ. ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന വിറക്, ഉണക്കിയ ചണമൊക്കെ വനനശീകരണവും വായു മലിനീകരണത്തിന് കാരണമാകുന്നു. ആയതിനാൽ LPG സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നു. ഇത് മലിനീകരണവും ഊർജം പാഴാക്കലും കുറയ്ക്കുന്നു. ഗോബർ ഗ്യാസ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഉപയോഗിച്ച ശേഷമുള്ള ചാണകം നല്ലൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് നഗരങ്ങളിൽ CNGയുടെ ഉപയോഗം. വാഹനങ്ങളിൽ CNG ഉപയോഗിക്കുന്നത് വായുമലിനീകരണം കുറയ്ക്കും. ഇപ്പോൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ വലിയ വാഹനങ്ങളിൽ CNG ആണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. അപ്പൊ CNG ഉപയോഗിക്കുന്നത് വായു മലിനീകരണം കുറയ്ക്കും. അടുത്തത് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി. ശക്തമായ കാറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ കാറ്റാടിയന്ത്രം സ്ഥാപിച്ച് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ശക്തമായ കാറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത രീതിയിൽ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അടുത്തത് സൗരോർജം. ഒരു ഉഷ്ണമേഖലാ പ്രദേശമായ ഇന്ത്യയിൽ സൂര്യപ്രകാശം സുലഭമായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ വോൾട്ടായിക് സെല്ലുകളുടെ സഹായത്താൽ സൗരോർജത്തെ വൈദ്യുതിയാക്കി മാറ്റാം. അതും നമുക്കൊരു നല്ല തന്ത്രമാണ്. അടുത്തത് ചെറുകിട വൈദ്യുത പദ്ധതികൾ. പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അരുവികളുടെ ഊർജ്ജം ഉപയോഗപ്പെടുത്തി ചെറിയ ടർബൈനുകൾ പ്രവർത്തിച്ച് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം. പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അരുവികളുടെ ഊർജ്ജം ഉപയോഗിച്ച് ചെറിയ ടർബൈനുകൾ പ്രവർത്തിപ്പിച്ച് നമുക്ക് എന്തുണ്ടാക്കാം? വൈദ്യുതി ഉൽപാദനം സാധ്യമാവും. ഇത് പ്രകൃതിക്ക് കോട്ടം വരുത്തുകയില്ല. നെക്സ്റ്റ്, പരമ്പരാഗത അറിവുകൾ. പരമ്പരാഗതമായി ഇന്ത്യയിലെ ജനങ്ങൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരാണ്. കാർഷിക സമ്പ്രദായം, ആരോഗ്യ പരിപാലനം, പാർപ്പിട നിർമ്മാണം, ഗതാഗതം മുതലായ കാര്യങ്ങളിൽ പാരമ്പര്യ അറിവുകൾ ഉപയോഗിച്ച് പ്രകൃതിക്ക് ഇണങ്ങുന്ന മാർഗങ്ങൾ സ്വീകരിക്കാം. പാരമ്പര്യ അറിവുകൾ ഉപയോഗിച്ച് പ്രകൃതിക്ക് ഇണങ്ങുന്ന മാതൃകകൾ അല്ലെങ്കിൽ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി ബയോ കമ്പോസ്റ്റിംഗ്. ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കമ്പോസ്റ്റ് നമുക്ക് ഏറെ പ്രയോജനകരമാണ്. മണ്ണിരയ്ക്ക് ജൈവ അവശിഷ്ടങ്ങളെ വേഗത്തിൽ കമ്പോസ്റ്റാക്കി മാറ്റാൻ കഴിയും. ഇത് രാസവളം ഉപയോഗിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇനി ജൈവ കീട നിയന്ത്രണം. ഹരിത വിപ്ലവം വന്നപ്പോൾ രാസകീടനാശിനികളുടെ ഉപയോഗം വളരെയധികം വ്യാപകമാക്കി. ജൈവ കീടനാശിനികൾ ഇതിന് ബദലായി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം? ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം. വേപ്പും പുകയിലയൊക്കെ ഇതിനായിട്ട് നമുക്ക് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. കൂടാതെ കീടങ്ങളെ തിന്നെടുക്കുന്ന പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വളർത്താവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് സുസ്ഥിര വികസന തന്ത്രങ്ങളായിട്ട് നമ്മൾക്ക് പറയാനുള്ളത്.